നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവരും ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉയർത്തുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നിങ്ങൾ പോകുന്നത്? ഞങ്ങൾക്ക് 7 വർഷക്കാലമായി ഞങ്ങളുടെ ഇടക്കാല ആശ്വാസം എന്ന് പറയുന്നത് ഇതുവരെ കൂട്ടി തന്നിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ വില കൂടി വരുന്ന കാലത്ത്, മരുന്നിനും വിലയ്ക്കും പാലിനും ഒക്കെ നമുക്ക് സാമ്പത്തികമായി പൈസ കൂടി വരുന്ന കാലത്ത് സാധാരണ തൊഴിലാളികൾക്ക് 1200 രൂപ വേതനം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ 850 രൂപ മാത്രമാണ് ദിവസക്കൂലി ഉള്ളത്. 25,000-25,000 നഴ്സുമാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാഥമിക ആവശ്യം 25,000 രൂപ ബേസിക് സാലറി ആക്കി തരണമെന്ന് മാത്രമാണ്. അതിനായി മുന്നോടിയായി നിൽക്കുന്ന UNA എന്നുള്ള പ്രസ്ഥാനത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ നഴ്സുമാരും ചേർന്ന് നിൽക്കുമെന്നും ഇതൊരു സൂചന മാത്രമാണെന്നും അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ 10,000 രൂപയും 12,000 രൂപയും പോലും പഠിച്ചിറങ്ങുന്നവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പല ഹോസ്പിറ്റലുകളിൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് 12, 15 കിട്ടുന്ന സാധനങ്ങളുണ്ട്. എന്നാൽ ചില മാനേജ്മെന്റുകൾ ബേസിക് സാലറി തരാൻ തയ്യാറാണ്. എന്നാൽ സർക്കാരിൽ നിന്നുള്ള ഇടപെടലുകൾ മൂലം അത് പല ഹോസ്പിറ്റലുകളും മുടക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ മാനേജ്മെന്റ് മാത്രം പോരാ, സർക്കാർ തലത്തിലൊരു ഇടപെടൽ. അതെ, സർക്കാർ ഇത്രയും നാളുമായിട്ട് കണ്ടിന്യൂസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഇതിനു വേണ്ടി വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി ആരോഗ്യമന്ത്രിയോ ഇതിന് ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് 21-ാം തീയതി തൃശ്ശൂർ വെച്ച് 15,000 നഴ്സുമാരെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ നടത്തിയ സൂചന മുമ്പോട്ട് കൊണ്ടുപോകാനാണോ നിങ്ങളുടെ ആലോചന? ഇന്നത്തെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞ് ഇതൊരു സൂചന മാത്രമാണ്. ജാസിംസയുടെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് നേതാക്കൾ ഞങ്ങളോട് എന്ത് പറയുന്നു അതിനൊപ്പം ചേർന്ന് നിൽക്കുമെന്നാണ് ഞങ്ങൾ. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് എല്ലാവരും. ഞങ്ങളെല്ലാം കോഴിക്കോട് നിന്ന് വരുന്നവരാണ്. അതും 10-25 ബസ്സോളം കോഴിക്കോട് നിന്ന് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രം 25 ബസ് കോഴിക്കോട് നിന്ന് മാത്രം എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു എണ്ണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം ഏതാണ്ട് 25-ലധികം ബസ്സുകളാണ് വന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഏതാണ്ട് 490 ആശുപത്രികളിൽ നിന്നുള്ള നഴ്സുമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അത്യാഹിത വിഭാഗത്തിലോ മറ്റ് അടിയന്തര സേവന മേഖലയിലോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഒരു വിഭാഗം നഴ്സുമാർ ഈ തലസ്ഥാന നഗരിയിലേക്ക് വാഹനം കയറുന്നത്. അതുകൊണ്ടാണല്ലോ എത്ര വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോഴും സമൂഹത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് അവർ നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് നമ്മൾ അവരെ മാലാഖമാരെന്ന് വിളിക്കാറ്. പക്ഷേ മനുഷ്യർക്ക് ഏറ്റവും മാനുഷികമായ അടിസ്ഥാനപരമായ മനുഷ്യാവകാശത്തിന് ലംഘനമുണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ഉറപ്പാണ് മാധു പറഞ്ഞാണ് അതിലെ പോയിന്റ്. അതായത് അവർക്ക് വേണമെങ്കിൽ മുഴുവൻ സ്റ്റാഫുകളെയും പണിമുടക്കിന് ഇറക്കിക്കൊണ്ട് രോഗികളെ വലയ്ക്കാമായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള തീരുമാനമല്ല ഇവർ എടുത്തത് എന്നുള്ളതാണ്. 1/3 ആളുകളെ മാത്രം സമരത്തിൽ പങ്കെടുപ്പിച്ചാൽ ആശുപത്രികളുടെ മറ്റു പ്രവർത്തനം സുഗമമായി നടത്തുകയും ഒപ്പം ഇവരുടെ പ്രതിഷേധം ഇവർക്ക് രേഖപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. രോഗികളോട് ഒരേ സമയം പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിട്ടുള്ളതും. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടം കൂടി ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. കനത്ത വെയിലാണ് മാധു. പക്ഷെ അതൊന്നും കൂട്ടാതെ കുഞ്ഞു കുട്ടികളുമായി ഇവിടെ സമരത്തിനെത്തിയവരെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് പലരും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എത്ര ദിവസം സമരം ചെയ്യേണ്ടി വന്നാലും അതിന് തയ്യാറാണ് എന്ന നിലയിലാണ് പല ആളുകളും പ്രതികരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന സമരം നമ്മൾ കണ്ടതാണ്. അതിരൂക്ഷമായ സമരമാണ് അന്ന് കേരളം കണ്ടത്. സമാനമായ സമരത്തിലേക്ക് കേരളം നീങ്ങുകയാണോ എന്നുള്ളതാണ്. മാധു ഈ കേട്ടതുപോലെ ഇങ്ങനെ 100 കണക്കിന് ഇങ്ങനെ കൂട്ടങ്ങളായിട്ടാണ് സെക്രട്ടേറിയറ്റിന്റെ ഓരോ ഭാഗത്തു നിന്നും ഇതുപോലെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര ഗേറ്റിൽ, നോർത്ത് ഗേറ്റിൽ 100 കണക്കിന് ആളുകൾ ഇവിടെ ഇരുന്നു കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകളെല്ലാം MG റോഡിലുണ്ട്. ആ പാളയം ഭാഗത്തു നിന്ന് തമ്പാനൂര് ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. ഇതുവഴിയുള്ള ഗതാഗതം ഒരു വഴി മാത്രമാണ്. അതായത് ഇവിടെ നിന്ന് പാളയം ഭാഗത്തേക്ക് മാത്രമുള്ള ഗതാഗതം മാത്രമാണ് പകുതിയെങ്കിലും നടക്കുന്നത്. അതിശക്തമായ സമരം സമീപകാലത്ത് സെക്രട്ടേറിയറ്റിന് മുൻവശം കണ്ട സമരങ്ങളിൽ ഏറ്റവും ശക്തമായ സമരത്തിലേക്ക് ഈ നഴ്സുമാരുടെ സമരം മാറുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നൽകുന്നത്. ഒപ്പം നമ്മളുടെ റിപ്പോർട്ടർമാർ എല്ലാവരും ഉണ്ട്. റോഷിപാലുണ്ട്, ഹരിമോഹനുണ്ട്. എല്ലാവരും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ സമരത്തിനാണ് തലസ്ഥാന നഗരി സാക്ഷിയാകുന്നത് എന്നുള്ളതാണ്.
ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം മുതൽ ഇങ്ങോട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ വരെ അവിടെ എത്തുമ്പോഴും ആ സമരത്തിന്റെ അങ്ങേയറ്റം ആ പാളയം പള്ളിയുടെ സമീപത്ത് തന്നെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ പ്രാതിനിധ്യമാണ് അതിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംസ്ഥാന വ്യാപകമായി 490 ആശുപത്രികളിൽ നിന്നാണ് നഴ്സുമാർ ഈ സമരവുമായി ന്യായയുക്തമായ സമരവുമായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തിയിരിക്കുന്നത്.